ഇത്രയും ഹൈപ്പിൽ ഈ പടം ഇരുന്നുകൊണ്ടാണ് ഞാൻ പേഴ്സണലി പോയി കണ്ട എൻ്റെ ചെറിയൊരു അഭിപ്രായം ഞാൻ സിനിമയെ പറ്റി പറയാം. പടം ഒരു ആവറേജ് ഫീൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പാളിച്ചകൾ അവിടെ ഇവിടെ എനിക്ക് തോന്നി. ഖുറൈഷ് എബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കിട്ടുകളഞ്ഞു. പുള്ളി ഒരു അധോലോക നായൻ അല്ലെങ്കിൽ ഇത്രയും വലിയ കിടിലോ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. അത് സ്ക്രിപ്റ്റിലെ കുഴപ്പമാണ്. അത് അവസാനം കൊണ്ടുവന്ന ഒരു ലോക്കൽ ഫൈറ്റ് ഒക്കെ വെറും ലോക്കൽ. ഇപ്പോൾ സ്റ്റണ്ട് ശിവയെ കൊണ്ടാണ് ഈ ഫൈറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. സ്റ്റണ്ട് ശിവയൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. പുള്ളിയെ കൊണ്ടൊക്കെ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് സ്റ്റണ്ട് ഒരു പുതുമയില്ലാത്ത ഫൈറ്റ്. പിന്നെ പൃഥ്വിരാജിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ലൂസിഫർ കാണിച്ച അതേ സാധനം എടുത്ത് ഇപ്പുറത്ത് ഇതിലോട്ട് ഇട്ടിട്ട് ഇവിടെ അത് ഡയലോഗ് ഉൾപ്പെടെ അതേപോലെയൊക്കെ കോപ്പി ചെയ്യാൻ. ഇപ്പം നിന്റെ തന്തയിലുണ്ട് അയ്യന്റെ തന്ത എന്നൊക്കെ പറഞ്ഞ സാധനം അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് പൃഥ്വിരാജ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അതിൽ ഇത്രയും വിഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയില്ലേ. അപ്പം അതേ സാധനം കോപ്പി പേസ്റ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നടക്കൂല. അത് മോഹൻലാൽ ആരും പറഞ്ഞാൽ നടക്കൂല. അതൊക്കെ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഫൈറ്റ് സീനുകളൊക്കെ അതേപോലെയൊക്കെ എടുക്കാനൊക്കെ ശ്രമിച്ചു. വേറെ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു നമ്മൾ ലൂസിഫറിനകത്തൊരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, നമ്മളൊരു ബിൽഡിങ്ങിനകത്തുള്ള വാടാ അതുപോലെ ഒരു സാധനം സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് ഉള്ളപ്പോൾ ഇതിനകത്തുണ്ട്. ആക്ച്വലി ഫൈറ്റ് ആ ഒരു സാധനവും കൊള്ളാം. സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് മോഹൻലാൽ ട്രാൻസ്ഫോം വരുന്നൊരു സാധനമില്ല, അത് കിടിലമാണ്. നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളി കാണാനാണ് കൂടുതലായിട്ട് ഇഷ്ടം. ഈ ഖുറൈഷ് എബ്രഹാം മോഹൻലാലിന്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പൊതുവെ ചേരാത്തൊരു വ്യക്തിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചേരില്ല എന്ന് പറയുമ്പോൾ അതിന് അത്രയും ഒരു അയാൾ കൺവിൻസ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വാവ് അടിക്കില്ല. പക്ഷെ നാടൻ കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ മോഹൻലാലിനെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. അത് സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ സൂപ്പറായിട്ട് ചേർത്തിട്ടുണ്ട്. മറ്റതിൽ പറ്റുന്നില്ല. പിന്നെ ഒരേ വേഷം എപ്പോഴും ഒരു കോട്ട് വിട്ട് ഒരു കോട്ട് എന്തുവാണ് എപ്പോഴും ഒരു കോട്ട് ഇട്ട് നടത്താൻ മതിയോ? അങ്ങനെയാണ് സിനിമയിൽ കാണുന്നത്. നിങ്ങൾ സിനിമ കണ്ടു നോക്ക്. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ ദീപക് ദേവ് മ്യൂസിക് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ BGM ഒക്കെ വളരെ മോശം. ഒരു സിനിമയെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നത് BGM ആണ്. BGM ഒരു തരത്തിലും അത് നീതി പുലർത്തിയില്ല. ഖുറൈഷ് എബ്രഹാമിനെ കാണിക്കുന്ന സമയത്ത് BGM ഒക്കെ വളരെ മോശം. നമുക്ക് ഒരു തരത്തിൽ രോമാഞ്ചം കണക്ഷൻ ഒന്നും തന്നില്ല. പാട്ടുണ്ട് ഉഷ ഒതുപ്പിട്ട് അത് അടിപൊളിയാണ്. ആ അന്യായ ഹൈപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. ബിസിനസ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പ്രത്യേക നല്ല ബിസിനസ്സാണ് പുള്ളി. അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് കലാപം, ഇന്ത്യൻ പൊളിറ്റിക്സ്, കേരള പൊളിറ്റിക്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങളാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ ആക്ച്വലി നല്ലപോലെ എടുത്തിട്ടുണ്ട്. വലിയൊരു സ്കെയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെ പാളിപ്പോയത് കാരണം നമുക്ക് അത് കണക്ട് ആയില്ല. ഇമോഷണലി കണക്ട് ആക്കാൻ വേണ്ടി കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ആദ്യത്തെ 30 മിനിറ്റ് ഒക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. തിയേറ്റർ തന്നെ പോയി കാണണം. എന്തായാലും മോഹൻലാൽ നമുക്ക് കണ്ട് സാറ്റിസ്ഫൈ ഗൂസ് ബംസ് അടിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ഒരു ഹൈ കിട്ടുന്നില്ല പടം കണ്ടു കഴിഞ്ഞാൽ. ഇതൊരു പാരന്റൽ സിനിമയൊന്നുമല്ല. കേരളത്തിൽ നിന്ന് വരുന്ന ഒരു പാരന്റൽ സിനിമയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റൂല. അങ്ങനെ ഒരു സിനിമ അല്ല. പിന്നെ ചെറിയ ചെറിയ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അങ്ങനെ ഒരു അരോചകത്വം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വയലൻസുകളൊന്നും അല്ല. സിനിമയ്ക്ക് ആ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള വയലൻസുകൾ മാത്രമാണ്. റിയലിസ്റ്റിക് ആയിട്ട് കുറെ സാധനം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ഹെലികോപ്റ്റർ ഒക്കെ ഒറിജിനൽ ആണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇൻട്രയിൽ തന്നെ എനിക്ക് ഖുറൈഷ് എബ്രഹാം പാളിപ്പോയത് ഫീൽ ചെയ്ത്. കാര്യം ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് ലൂസിഫറിൽ ഖുറൈഷ് എബ്രഹാമിനെ ബിൽഡ് ചെയ്തൊരു സാധനമുണ്ട്. അതുകൊണ്ടുവന്ന് ഇതിനകത്ത് പക്ക പാളിപ്പോയി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സ്റ്റീഫൻ നെടുമ്പള്ളി ഇത് ഓക്കെ. പിന്നെ മഞ്ജു വാര്യരുടെ കഥാപാത്രം, ടോവിനോയുടെ കഥാപാത്രമൊക്കെ ഭയങ്കരമായിട്ട് അൺനാച്ചുറലായിട്ട് ഫീൽ ചെയ്ത്. മഞ്ജു വാര്യരുടെ കഥാപാത്രം കുറച്ചുകൂടി സ്പേസ് കൊടുത്തിട്ടുണ്ട് കഥാപാത്രത്തിന്. പിന്നെ ബൈജുവിന്റെ തഗ് കാര്യങ്ങളൊന്നും പഴയ പോലെ ഇറച്ചില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം പണിയെടുത്തിട്ടുള്ള സിനിമയാണ്. ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്. എങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത് കുറെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനകത്തിട്ട് കഴിഞ്ഞാൽ പടം നല്ലതാണെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത്രയും ഹൈപ്പ് കയറ്റി ഒരു സാധനം വെച്ചിരുന്നില്ലേ, ആരെങ്കിലും അറിയാവുന്നൊരു മുഖത്തിനെ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഇത്രയും ഹൈപ്പിലെ സാധനം കാണിച്ചപ്പോൾ ഞാൻ കരുതി ഏതൊരു കിടിച്ചത്തിനെ കൊണ്ട് നിർത്തുന്നു. അങ്ങനെയൊന്നുമില്ല. ഏതൊരു സാധാരണ അത് നമ്മൾ കണ്ടാലില്ലെങ്കിലും നമുക്കൊരു ഗൂസം പഠിക്കുന്ന സാധനം ആ സീൻ വൈസ് അത് നമുക്ക് അടുത്ത സിനിമയിലോട്ടുള്ളൊരു സാധനം തരുന്നുണ്ട്. ബട്ട് അല്ലാതെ ആ വ്യക്തി ആ ക്യാരക്ടർ ആരാണ് എന്ന് റിവീൽ ചെയ്യുമ്പോൾ നമുക്ക്